വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, സിങ്ക്, അയൺ, കാൽഷ്യം, മഗ്നീഷ്യം, ഒമേഗ 3. ഇത് നിങ്ങൾ പലരും എടുക്കുന്നുണ്ടാവും അല്ലേ? ഇതിൽ ഈ സപ്ലിമെൻറ്റ്സ് ഏത് ടൈമിൽ എടുത്താലാണ് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എയും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ്. സോ ഒരു ഫാറ്റി മീലിന് ശേഷം, അതായത് നമ്മളൊരു ഹെവി ഫുഡ് കഴിക്കുന്ന എപ്പോഴാണ്, അതിപ്പോൾ മോർണിംഗോ ലഞ്ച് ടൈമിലോ ഡിന്നറോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷമാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ഇയും എടുക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് ഒമേഗ 3ൻ്റെ കാര്യം. ഇതും ഫുൾ ഫുഡിന് ശേഷമാണ് എടുക്കേണ്ടത്. ഇനി വൈറ്റമിൻ സിയിലേക്ക് വരും. വൈറ്റമിൻ സിക്ക് അങ്ങനെ ഇന്ന ടൈമെന്നോ ഫുഡുമായിട്ട് റിലേഷനോ ഒന്നുമില്ല. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എനി ടൈം യു ക്യാൻ ടേക്ക് വൈറ്റമിൻ സി. അടുത്തതായിട്ട് വരുന്നത് കാൽഷ്യം മഗ്നീഷ്യം ആണ്. ഈ കാൽഷ്യം മഗ്നീഷ്യം ഇതുപോലെ തന്നെ ഏത് സമയത്തും എടുക്കാം. പക്ഷേ നമുക്കൊരു മഗ്നീഷ്യം സ്ലീപ്പ് ഇൻഡ്യൂസ്ഡും കുറച്ച് റിലാക്സിങ്ങും ആയതുകൊണ്ട് നൈറ്റ് ടൈമിൽ എടുക്കുന്നതാണ് ബെറ്റർ. സോ കാൽഷ്യം മഗ്നീഷ്യത്തിനെയും കൂടെ എടുക്കാൻ പാടില്ലാത്ത ഒരാളുണ്ട്, അതാണ് അയൺ. അയണും കാൽഷ്യം 2 ടൈമിലായിട്ടാണ് എടുക്കേണ്ടത്. മിനിമം 2 അവർ ഗ്യാപ്പെങ്കിലും വേണം. ഒന്നില്ലെങ്കിൽ കാൽഷ്യം മോർണിംഗിലും അയൺ നൈറ്റും എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചായാലും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അയൺ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ടീ, കോഫി അല്ലെങ്കിൽ ഡയറി പ്രോഡക്റ്റ്സ് ഒന്നും എടുക്കാൻ പാടില്ല. ഇതെല്ലാം അയണിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അയൺ എങ്ങനെ കഴിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ എപ്പോഴും ഒരു എംപ്റ്റി സ്റ്റൊമക്കിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ അയണിൻ്റെ അബ്സോർപ്ഷൻ വൈറ്റമിൻ സി കൂടെ കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ അയണിൻ്റെ അബ്സോർപ്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. സോ അയണും വൈറ്റമിൻ സിയും ഏകദേശം ഒരേ ടൈമിൽ തന്നെ എടുക്കുക. ഇനി ലാസ്റ്റ് ആളാണ് സിങ്ക് അല്ലേ? സിങ്ക് ഏത് ടൈമിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷേ സിങ്ക് എടുക്കുമ്പോൾ അതിനൊരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് അത് എപ്പോഴും ഫുഡിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്? ഇനി ഇതെല്ലാം എടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ റീലൊന്ന് ഷെയർ ചെയ്തോളൂ.